മൂടുണ്ടോണ്ട് മൂടൊക്കെ ഒരു വാത്തിക്ക് ഇങ്ങനെ പോകുന്നുണ്ടോ എന്റെ ഫിറോസ് കുന്നംപറമ്പിന്റെ ഗ്രൂപ്പിൽ നിന്ന് വരെ എന്നെ ചവിട്ടി പുറത്താക്കിയില്ലടാ. എടപ്പാളത്ത് ആരെങ്കിലും ഒരാളെന്നെ തിരിഞ്ഞു നോക്കുന്നത്. മണ്ടകരീമേ കാണടാ 4.1 ചങ്ങന്മാരെ മണ്ടിക്കോളി മണ്ടക്കരീമിനെ കുറിച്ചാണ് വീഡിയോ ഇട്ടിക്കണ്. റഹ്മാനേ, ഈ മണ്ടക്കരീമിനെ അറിയോ? ഇവനെ കുറിച്ച് എന്തേലും നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ കുറെ ആൾക്കാർ ഇവനെ സപ്പോർട്ട് ചെയ്തോണ്ട് കുറച്ച് കമന്റ് ഇട്ടിരുന്നല്ലോ. എന്തോ ഒലക്കെ നിങ്ങൾക്ക് അറിയാം. ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞ മാണിക്കക്കല്ലിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരു തനി ആ സോഡക്കുപ്പിന്റെ കണ്ണടിയിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. എടപ്പാൾക്കാർക്ക് വരെ ഇവനെ വെറുപ്പാണ്. ഇവന്റെ നാട്ടുകാർക്ക് വരെ ഇവനെ കണ്ണെടുത്താക്കണ്ട. ജാതി മനസ്സിലാക്കണ്ട്. ജിഞ്ച നാട്ടിലൊക്കെ ഒന്ന് വന്നാണ്ട് ആ പ്രതിഭാസാണ് പാണ്ടിക്കാട് കുഞ്ഞാന്. ഒന്നുമില്ല, ഞാൻ അങ്ങനെ വീഡിയോ എടുത്താണ്ട് റീച്ച് ചെയ്യും. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞു ഒരു വെല്ലുവിളി നടത്തി. കാരണം ഇജ്ജ് എന്റെ പെണ്ണുങ്ങളില്ലാതെ വീഡിയോ ചെയ്യും, എത്ര ലൈക്ക് കിട്ടും എത്ര കമന്റ് കിട്ടും എന്നുള്ളത് നോക്കാനാണ് പറഞ്ഞു. അപ്പൊ ഈ പൊട്ടനോടൊക്കെ പറയല്ലെന്ന് പറയും. ഞാൻ ഇങ്ങനത്തെ ടീമിനെ കുറിച്ചാണ്ടൊന്നും ഞാനൊന്നും പറയലില്ല. പക്ഷെ ഇല്ലത് ഇനി പറയണം. ഇനി കുറച്ച് കാര്യങ്ങൾ ഇവനെ കുറിച്ച്, എന്തുകൊണ്ടാണ് ഫിറോസിന്റെ വാട്സാപ്പ് കൂട്ടായ്മയിൽ നിന്ന് ഇവനെ ചവിട്ടി പുറത്താക്കിയത്. അതേപോലെ പിന്നെ ഒരു മനുഷ്യർ ഇവരെ കണ്ടുപിടുത്താൻ കണ്ടുവല്ലോ. കാരണം ആ ഫിറോസ് നല്ലവർക്ക് ചാറ്റിങ് ചെയ്ത് കണ്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് ഫിറോസിനെ സപ്പോർട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞ പേരും വെച്ചുകൊണ്ട് ഇവരെന്താട്ടും ഈ വൈകാരാണ് മറ്റോനെ അങ്ങനെ കാട്ടി. അപ്പൊ വേറെ ചാറ്റി കാര്യമാണ് പച്ചത്തെറി പറഞ്ഞുകാണ്ട് ഒരു വാത്ത് കാക്കണ ഒരു തനി അതന്നെ. ഇത് ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ ആണ്. ഇതാക്കണേ ഒരു വാപ്പാരും ഇഞ്ച പെണ്ണുങ്ങളെ കുട്ടിയാണെന്നല്ല 1,000,000.1 കണ്ടില്ലേ. ഇനി കാട്ടിത്തരാം എനിക്ക്. നേരെ മണ്ടക്കരിമേ ഇത് ഇതാക്കണേ എത്രയാണ് നോക്കാം. 1.1 മില്യൺ. ഇതും വേറൊരു വീഡിയോ ആണ്. ഇങ്ങനത്തെ ഒരുപാട് 5.80 5 ലക്ഷത്തിൽ ചില്ലാനം. അതേപോലെ ഒരുപാട് വീഡിയോസ് മില്യൺ കണക്കിന് അടിച്ചത് ഞാൻ ഒറ്റക്ക് ചെയ്തതാണ്. അല്ലാതെ ഞാൻ പെണ്ണുങ്ങളെ താങ്ങേണ്ടതല്ല. പിന്നെ ഇഞ്ച പെണ്ണുങ്ങളെ വീഡിയോയിൽ വരുന്നത് അത് ഇൻട്രസ്റ്റ് ആണ്. ഇഞ്ചന്റെ പെണ്ണുങ്ങളെ വെച്ചാണ്ട് കുറെ മൂടും കുറിക്കാണ്ട് നടന്നല്ലോ. അനക്ക് റീച്ചില്ല, അൻ്റെതാരും കാണാനല്ല. അനക്ക് ഇതേപോലെ ഞങ്ങളെ പോലത്തെ ആൾക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ 4 ലൈക്ക് കിട്ടും, അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് എന്നെ ഫിറോസിന്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒഴിവാക്കി. ഇതാണ് ഈ വീഡിയോ കണ്ടോ, 1.7 മില്യൺ. ഇതും ഞാൻ ഒറ്റക്കാണ്. ഇതിൽ പെണ്ണുങ്ങൾ കുട്ടികളൊന്നുമില്ല. അനക്ക് കാട്ടിത്താളാ മണ്ട അവിടെ നിൽക്കരുത്. ഇതാ ഇനിയുണ്ട് എത്ര എനിക്ക് വേണ്ടത്. മണ്ടകരീമേ കാണടാ 4.1 മില്യൺ. ഇതൊക്കെ ഞാൻ ഒറ്റക്ക് ചെയ്തോണ്ട് അല്ല പെണ്ണുങ്ങളെ വെച്ചാണ്ട് ചെയ്തതല്ല. പിന്നെ ഇച്ച് കുറച്ച് ദിവസം മുന്നേ എനിക്ക് പിന്നെ ഒരുപാട് കമന്റ് വേണ്ടാത്ത കമന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അന്നെപ്പോലത്തെ ഒരു ചങ്ങായിനെ ഞാൻ മെയിൻ ചെയ്യല്ല. കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ. ഈ പൊട്ടക്കാശം വെച്ച് കണ്ണും കാണാതെ വെച്ച് ഇങ്ങനെ ഇരുന്നാണ്ട് വളവളവളാന്ന് പറയുന്ന മാതിരി എനിക്ക് പറയാൻ പറ്റില്ല. ഇഞ്ചത് ഇന്ന സ്നേഹിച്ച ഒരുപാട് ആൾക്കാർ വീഡിയോ കാണാനുണ്ട്. മണ്ടൻ കരീമേ ആ സോഡ കുപ്പിന്റെ കണ്ണടിയും വെച്ചാണ്ട് ഇങ്ങനെ നടക്കണ്ടല്ലോ. പണ്ട് ദുബായിൽ വന്നപ്പോ കുഞ്ഞാനെ ഒരു സെൽഫി എടുക്കട്ടെ. ഞാൻ ഇവരെ ഫസ്റ്റ് കാണുന്നത് അറിയോ, ഫിറോസിന്റെ മഞ്ചേരി വീട് കാഴ്ചന്റെ അന്ന് ആണ് ഇവന്റെ മോളും ഉണ്ട്. അന്ന് പിന്നെ ഞങ്ങളിങ്ങനെ പോകുമ്പോ കുഞ്ഞാനെ എന്തൊക്കെ വർത്താനം, ഒരു വീഡിയോ അല്ലെങ്കിൽ സെൽഫി ഇതൊക്കെ എടുത്താണ്ട് നമ്മളെ വൈത്താനം നടന്നതാ. ഇപ്പൊ ഓരെന്താണ് പിന്നെ ഓരോ നാട്ടിലത്തെ ആൾക്കാരെന്നെ പറയണ്ടേ ഒരു ചായ എന്താണ് ചൊറിഞ്ഞു. പക്ഷെ എന്താ പറയുക, ഇതിന് റിയാക്ട് ചെയ്താണ്ട് വീഡിയോ ഇടുന്നില്ല ശരിക്കാറ്. പക്ഷെ പൊന്നാര മണ്ടക്കരിമ ഇതൊക്കെ അവസാനത്തെ താക്കീതായിട്ടാണ് ഞാൻ തരുന്നത്. അല്ലാതെ പിന്നെ ഇജ്ജ് വീഡിയോ ഇടണം, അപ്പോഴാണ് ഇഞ്ച നീക്കും ആൾക്കാർ കയറുക. ഏതാണ് ഈ കുഞ്ഞാനെ നോക്കിയാണ്. അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്താട്ടും നമ്മളെ ഫോളോ ചെയ്യും. പിന്നെ ഇജ്ജ് പറഞ്ഞല്ലോ പിന്നെ എന്റെ വരുമാനം ഇതാണ്. പിന്നെ വേറെന്താ തന്നെയൊക്കെ വേണ്ടത്. വരുമാനം ഒരുപാടുണ്ടടാ. ഇത് മാത്രമല്ല വേറെ ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുണ്ടാണ് ഞാൻ. അല്ല ഇത് ഞാന് എന്റെ പ്രൊഫഷണലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് ഞാൻ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും കുഴപ്പമില്ല കൊണ്ടുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അല്ലാതെ പെണ്ണുങ്ങളെ വെച്ചുകാണ്ട് ഉണ്ടാക്കണത് എനിക്കെന്താണ്. പെണ്ണുങ്ങളെ വെച്ചുകാണ്ട് പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര വലിയ കണ്ണുക്കടി. എന്റെ പെണ്ണുങ്ങൾ അതിന് നിന്ന് തരുന്നില്ല. അല്ലെ എന്റെ പെണ്ണുങ്ങളെ പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല. ഇഞ്ച പെണ്ണുങ്ങൾ ഇറക്കാൻ വെക്കാൻ പറ്റും. മണ്ടങ്കരിമേ ഫിറോസും ഞാനെന്ന് പറഞ്ഞ 5-6 കൊല്ലത്തെ ബന്ധാണ്. സൗദി അറേബ്യയിൽ ഞാൻ പണിയെടുത്ത കാലം മുതലുള്ള ബന്ധാണത്. കാരണം അത് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോകണം. ഞങ്ങൾ ഒരാഴ്ചയിൽ അല്ലെ 2 ആഴ്ച കൂടുമ്പോഴേ ഞങ്ങൾ കാണലുണ്ട്. ഞങ്ങൾ എറണാകുളത്തും അല്ലെ പാണ്ടിക്കാട് ഭാഗത്തു കൂടെ മലപ്പുറം നമ്മളെ മഞ്ചേരി പെരിന്തൽമണ്ണ ഭാഗത്തു കൂടെ വരുമ്പോൾ ഇഞ്ചടുത്തേക്ക് വരും, അല്ലെങ്കിൽ ഇഞ്ച പെരയ്ക്ക് വരും. ഇഞ്ച പെരക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അത് അങ്ങനത്തെ ഒരു മാണിക്കല്ല. ആ ചങ്ങായി നല്ല രീതിക്ക് ചാറ്റി ചെയ്താണ്ട് പോകുമ്പോ അന്നെപ്പോലത്തെ തല തെറിച്ച ആൾക്കാരുണ്ട്. സപ്പോർട്ടിങ് ആണെന്നും പറഞ്ഞാണ്ട് വന്നാണ്ട് തട്ടും. പിന്നെ ഓര് കിട്ടണ ആ പാവ രോഗിയാൾക്ക് കിട്ടണ പൈസയും പാടിയും ഇജ്ജങ്ങട്ട് ഇല്ലാതാക്കാണ്. അന്നെക്കൊണ്ടെന്ന് പറയാം, അന്നെ കൊണ്ട് മുടക്കാനുള്ളൂ കച്ച, അന്നെ കൊണ്ട് ഉണ്ടാക്കാൻ കച്ചൂല. പിന്നെ അനക്ക് 4 ലൈക്ക് കിട്ടിയത് എന്റെ പേജില് ഇഞ്ച വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ നോക്കി.
അല്ലാതെ ഇജ്ജ് സ്വയമായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തുകാണ്ട് 1-4 ലൈക്ക് കിട്ടിക്കാം. അന്നെ സത്യം പറയാം, ഞാൻ അന്നെ പറയണമെന്ന് ഒരിക്കലും കരുതിയില്ല. പക്ഷെ എന്റെ ഗ്രൂപ്പത്തെ അന്റെ കുറെ ആൾക്കാരനെ വിളിച്ചാല് എന്താ ചങ്ങയ്യ ഈ എന്ത് പറയണത്, ഇവര് തലക്ക് വെളിവില്ലേ, ചങ്ങയ്യ 10-65 വയസ്സായില്ല എനിക്ക്, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്ത്. എന്നിട്ട് കാരണം എനിക്ക് 41 കഴിഞ്ഞാൽ ഞാൻ മറ്റോ പറഞ്ഞ മാതിരിയാണ്, 30 കിട്ടി പറഞ്ഞ മാതിരി ഞാൻ അടങ്ങിയൊതുങ്ങി 20 പരിപാടിയാണ് ഞാൻ. ഈ 41 വരെ ഞാൻ കളിച്ചു, 40-ലാണ് 30 കിട്ടിയത്. അതേപോലെ ഇതുവരെ ഞാൻ കളിക്കും. അത് കഴിഞ്ഞ് ഞാൻ അടങ്ങി ഒതുങ്ങിയ ഒരു ഭാഗത്ത് ഞാൻ ഇരിക്കാനാണ്. പിന്നെ കുറച്ച് മടക്കന് ചമ്മലി ഇതൊക്കെ ഉണ്ട്, അത് കുറച്ച് തേങ്ങയും കുറച്ച് ഡബ്ബറൊക്കെ വെറ്റുകൊണ്ട് അതിന്റെ ആ ഒട്ടുപാലും വിറ്റാണ്ട് ഞാനും കുട്ടികളും സുഖമായിട്ട് ജീവിച്ചാലുള്ള പരിപാടിയാണ്. അനക്കെന്താ പറയാ, അസൂയ കുസുമ്പ് എടപ്പാളത്തെ ഒരു മനുഷ്യന്മാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എടപ്പാളത്ത് ആരെങ്കിലും ഒരാളെന്നെ തിരിഞ്ഞു നോക്കണത്. അങ്ങനെ നടക്കുമ്പോ പോലെ എടപ്പാളത്ത് ആരെയും കണ്ട പോണതാക്കണ്. പിന്നെ ഫിറോസിനെ മാനം കെടുത്താനായിട്ട് ഇജാ ഗ്രൂപ്പൊക്കെ വലിഞ്ഞങ്ങട്ട് കയറിയിരിക്കുക, അത്രേ ഉള്ളൂ. അല്ല വേറൊന്നും അല്ല. എന്നിട്ട് എന്താ 4 ആളെ പറയണം. കുറെ ചാറ്റുകാർ നല്ലവർക്ക് സ്വന്തം കേസിൽ നിന്ന് പൈസ എടുത്താണ്ട് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വെറുപ്പിച്ച് കജ്ജ് കൊടുക്കുന്ന ഒരാളാച്ച്. ഞാനെന്നെ പറയണ കരുതിയല്ല പണ്ടകരിമേ. പക്ഷെ എന്താ അറിയോ, ഇച്ച് പറഞ്ഞല്ലോ റീച്ചിനും വേണ്ടിയാണ്ട് പെണ്ണുങ്ങളെ വെക്കുകയാണ്. പാണ്ടിക്കാട് കുഞ്ഞാന് റീച്ചിന്റെ ആവശ്യം വേണ്ട, പെണ്ണുങ്ങളെ വെച്ചാണ്ട് റീച്ച് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ ഇഞ്ച പെണ്ണുങ്ങളെ വെച്ചാണ്ട് ഇന്നേ വരെ ഒരു വീഡിയോ ഇട്ട് ഇച്ചിരി 4 മില്യൺ അടിച്ചിട്ടില്ല. അത് ഞാൻ ഒറ്റക്കുണ്ടായിട്ട് ഞാൻ ഒറ്റക്കുള്ള വീഡിയോ ഒക്കെ തന്നെയാണ് ഇച്ചത് കിട്ടിയത്. അതേപോലെ ഒരുപാട് മില്യൺ, ഇതൊന്നും പഴയതല്ല, ഇപ്പത്തെ വീഡിയോസാണ് ഞാൻ കാണുന്നത്. പണ്ടൊക്കെ അറിയാലോ. ഇച്ചി സോടക്കുപ്പിന്റെ തുങ്ങൊക്കെയാണ് മൂട്ടിൽ വേണ്ടി മൂക്ക് ഇങ്ങനെ ഇതാക്കിയാണ്ട് മണത്തും കുത്തിരിക്കണ അന്നോടൊക്കെ ചങ്ങ തലക്കെ വെളിപ്പില്ല ആരെങ്കിലും വർത്താൻ പറയും. അയ്യോ മണ്ടങ്കരീം ഇതാ വരുന്നു, മൂലക്കുരു ഉണ്ടോണ്ട് മൂടൊക്കെ വാത്തക്ക് ഇങ്ങനെ പോകുന്നുണ്ടോ എന്റെ ഇനിയുണ്ട് കാട്ടിത്തരാ. അയ്യോ പെണ്ണുങ്ങളെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓരോടുന്നുണ്ട്. ഓന്റെ പെണ്ണുങ്ങളി ഈ താത്ത ഒന്നും അറിയില്ലല്ലോ. ഈ താത്താന്റെ മോറ് ഞാൻ പബ്ലിക്കിൽ വിടണ്ട ഇതാണ് ഞാൻ കൂടാത്തത്. അല്ലാതെ ഇവരെ പോലത്തെ എലപ്പന്മാരെ പേടിച്ചിട്ടല്ല. ഇത്തരം ഒരു വൃത്തികെട്ടോ എടപ്പാളുണ്ടോ ഇല്ലേന്ന് നിങ്ങളൊന്ന് പറയും. എടപ്പാളത്തെ ഒരുപാട് നമ്മൾ സ്നേഹിക്കുന്ന മാണിക്കല്ലാണ്. ഞാൻ ഇത്രയും കാലം ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ ചെയ്തില്ല. പക്ഷെ എന്താ അറിയോ, ഓ പറഞ്ഞ വാക്ക് പെണ്ണുങ്ങളെ വെച്ച് റീച്ച് ഉണ്ടാക്കാണ്. ചേലക്കാണ് കണ്ടോ. എന്നിട്ട് ഇടക്കിട്ടിച്ചൊരു കമന്റ്, കുത്തിയ കമന്റ്, ഞാൻ അതിനൊന്നും മറുപടി എടുക്കല്ല. കാരണം എന്താ അറിയോ, ഞാൻ എന്നിട്ട് പിന്നെ ഈ ഫിറോസിന്റെ ഗ്രൂപ്പിലുള്ള കുറെ ആൾക്കാരുണ്ട്, ഈ വാട്സപ്പ് ഗ്രൂപ്പിലത്തെ ആൾക്കാർ. എന്നിട്ട് ഈ കരീമുച്ചുവിന്റെ പ്രശ്നം ചോദിച്ചു. ചങ്ങായ ഞാൻ ഈ കരീമിനെ ഞാൻ ഒരു കച്ചറി ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അപ്പോ ഇവരെ വെറുതെ പറയും ഇങ്ങനെ തോണ്ടണം. ഈ റീച്ചിലെ ആൾക്കാരെ ഇങ്ങനെ തോണ്ടി നടന്നാണ്ട് ഒരു 10 രൂപേന്റെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ടൻ കരീം നടക്കുന്നത്. പിന്നെ ഇജ്ജ് പറഞ്ഞൊരു കാര്യമാണ്, മലപ്പുറത്തെ ഭാഷ ഇവൻ പറയണതല്ല. എടാ ഈ അന്നെ വെല്ലു വിളിച്ചാണ്. ഇജ്ജ് ഒറ്റ തന്തക്ക് ഉണ്ടായതോനാണെങ്കിൽ മലപ്പുറത്തെ ഏതെങ്കിലും കാക്കമാരെ പെരയിൽ പോയാണ്ട് കജ്ജ് കുജ്ജ് എന്ന് പറയണ കേട്ടിട്ടില്ലെങ്കിൽ ഞാർക്ക് ഇജ്ജ് പറയണത് ഞാൻ കേൾക്കും. മലപ്പുറത്തെ ഭാഷ അതന്നെയാണ്, ആരല്ലാതെ. പിന്നെ ഇപ്പൊ പുറത്തു പോയിട്ടും അവിടെ ഇവിടെയും പോയിട്ട് കുറച്ച് ആൾക്കാർ കുറച്ച് വേറെ ഹായ് ഇക്ക കയ്യ് നെയ്യ് പയ്യ് അങ്ങനെ പറയണ ആൾക്കാർ കുറച്ചുണ്ട്. പക്ഷെ ശരിക്കില്ല പറ ഇജ്ജ് കജ്ജ് പജ്ജ് തന്നെയല്ലേ പറയാ. അയ്യോ പശു വരുന്നു അയച്ച് പറയണ്ടോ, ഇജ്ജെന്തൊരാളാന്നറിയോ. പിന്നെ ഞാൻ എപ്പോഴും പറയാണ്, ഫിറോസിന്റെ ഗ്രൂപ്പിൽ നിന്ന് ചവിട്ടി പുറത്താക്കില്ലേ, ഫിറോസിന്റെ ഗ്രൂപ്പിൽ നിന്ന് ചവിട്ടിയാണ് പുറത്താക്കിക്ക. അപ്പൊ എന്താ സംഭവം? അപ്പൊ അതിൽ കടന്ന് വളവള പറയാണ്ട് വേറെ ആൾക്കാരെങ്ങനെ വെറുപ്പിച്ചല്ലേ. അപ്പൊ ഈ ഫിറോസിന് വരുന്ന ഫണ്ടൊക്കെ ഇവൻ കാരണം പിന്നെ ഫിറോസിനെ കുറിച്ച് ഇങ്ങനെ ഇതാക്കുമ്പോ ബാക്കിയുള്ള ആൾക്കാരെന്താണ് ഈ മണ്ടക്കരിയുമ്പോ കാരണം ആരും പൈസ കൊടുക്കൂലേ. പക്ഷെ എന്നാലും ഫിറോസ് ഒരു മാണിക്കക്കല്ലാണ്. കാരണം എന്താ അറിയോ, ഏതായാലും പൊന്നാരച്ച മണ്ടക്കരി വെച്ചന്റെ കാര്യം ആലോചിച്ചിട്ട് അന്തല്ല ഞാൻ ആലോചിച്ചോളെ. ഇജ്ജും എന്റെ മകളും പണ്ട് മഞ്ചേരിന്ന് പിന്നെ നമ്മളെ കണ്ട ടൈം അപ്പൊ എങ്ങനെ ആലോചിച്ചോ. പിന്നെ മഞ്ചേരി ഫിറോസിന്റെ ഒരു വീട് കൊടുക്കലിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ ഒരു സെൽഫി എടുക്കാം നമുക്ക് എടുത്താണ്ട് എന്റെ കുട്ടീന്റെ പോലെ അങ്ങനൊക്കെ എന്റെ ഫോണിൽ ഇപ്പൊ തപ്പിയാലും ഉണ്ടാവും. ആ ഇജ്ജ് ഇന്നാളിഞ്ഞോട് തന്നെ കുഞ്ഞാനെ റീച്ച് ആകാൻ വേണ്ടി എന്തൊക്കെ കാട്ടേണ്ടത് എന്ന്. അനക്ക് റീച്ചിന് ഇഞ്ച നെഞ്ചത്തക്കല്ല കയറുക. ഇജ്ജ് കുറെ ചാറ്റിക്കാരെ പിന്നെ ഇതാക്കിയാണ്ട് പച്ച തെറിയും പറഞ്ഞാണ്ട് നടക്കണ്ടല്ലോ. അല്ലേ ഒരുപാട് ആൾക്കാരെ ശാപണ്ടടാ. എന്തിനാ ഇതിൽ കടന്നാണ്ട് ഞാനാണ് എഞ്ചവായിട്ടില്ല വീഡിയോ. ഞാൻ ആൾക്കാരെ പച്ചർച്ചി ഞാനല്ല നടക്കുന്നത്. പക്ഷെ ഇത് ഇന്നെ പറഞ്ഞതുകൊണ്ടാണ് അനക്ക് ഞാൻ പറയണത് കേട്ടോ. ഉസുറും പുളി മാനവസാനം ഉണ്ടടാ എനിക്ക്. ആ സോളക്കുപ്പിന്റെ കണ്ണടി ഇട്ടാണ്ട് പിന്നെ മുലകുല എന്തോണ്ട് എന്നിട്ട് ഇങ്ങനെ ആളുകളാണ് പാട്ടിക്കാരെ കുഞ്ഞാ പറയുന്നുണ്ട് നിങ്ങളെ കേൾക്കുന്നുണ്ടാ. ജാര
10-65 വയസ്സായിരിക്കണം, സംഗതി ശരിയാണ്. പക്ഷെ എന്താ പറയുക, എന്റെ ഫാമിലിയെ കരുതിയാണ്ട് ഇതിലും വലുതിച്ച് പറയാണ്ട്, പക്ഷെ പറയണില്ല. അത്രക്ക് ചങ്ങായി എന്റെ നാട്ടിൽ നിന്ന് വരെ എന്നെ പുറത്താക്കിയിട്ടില്ലേ, എന്റെ നാട്ടുകാർക്ക് വരെ എന്നെ കണ്ണെടുത്താൽ കാണും. കാരണം എന്റെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ, നമ്മളെ പേരിക്കാറുണ്ട്. അപ്പൊ നാളെ എന്തൊരു കമന്റിന്റെ കൂട്ടം പറയുമ്പോ ഇപ്പം പഠിച്ചോനെ ആണ്ട കരീമോ അതിനെ കുറിച്ചൊന്നും പറയല്ല കുഞ്ഞാനെ വെച്ച്, ഞങ്ങളെ നാട്ടിലുണ്ടായി തന്നെ ഉള്ളൂ, ഏത് നേരം വെറുപ്പിച്ചുകൊണ്ടൊരു ചങ്ങായിയാണ് അങ്ങനെ പറയണത്. വേണ്ട, ഇഞ്ച നാട്ടില് പാണ്ടിക്കാട് ഒറോമ്പറത്ത് വന്നാണ്ട് ഇഞ്ചൊന്ന് അന്വേഷിക്കും, ഇഞ്ച മഹല് ഇഞ്ച ഭാഗത്ത് ഇഞ്ചൊന്ന് വന്ന് അന്വേഷിക്കും. പാണ്ടിക്കാട് കുഞ്ഞാൻ എന്താ, ആരാ, എന്താ. പിന്നെ സമൂഹത്തിന്റെ മുന്നിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കണോ ചോദിച്ചല്ലോ, ചെയ്തു കൊടുത്തൊന്നും അങ്ങനെ വിളിച്ചു പറയല്ലേ. ഇന്നെ കൊണ്ട് കഴിയുന്ന സഹായം പോലെ 3 വീട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടാ. ഇന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ പൈസ ഇട്ടാണ്ട് ഓരോ അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ചാറ്റി വീഡിയോസും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നിർത്താൻ കാരണം എന്താ പറയാ, അന്നെപ്പോലത്തെ ആൾക്കാരുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ പാവങ്ങൾക്ക് വീഡിയോ ഇപ്പൊ ചെയ്യാത്തത്. കാരണം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കല്ലേ, കുത്തിത്തിരിപ്പ് ഇങ്ങനെ ഉണ്ടാക്കി നടക്കല്ലേ. ഉളുപ്പുണ്ടടാ എനിക്ക്, ഉസുറും പുളി മാനവസാനം ഉണ്ടടാ എനിക്ക്. ഇനി ഇതിന്റെ പ്രതികരണമായിട്ട് ഇജ്ജ് വരും, ഇച്ചറിയാം, ഇജ്ജ് ബാ. അപ്പൊ അതിനില്ല ഞാൻ വേറെ എനിക്ക് തരാം ട്ടാ. അനക്ക് 4 റീച്ചിന് വേണ്ടിയാണ് എനിക്ക് ഇന്നെ പറയണം, അത്രേ ഉള്ളൂ. ആ നല്ലൊരു ഫിറോസ് കുന്നമ്പർ എത്ര പാവങ്ങക്കടാ ഓന് പിന്നെ പൈസയും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ വരെ മാനം കെടുത്തിയില്ലേ. ഏതായാലും ആ ഗ്രൂപ്പിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയാലോ, അൽഹംദുലില്ലാ. പിന്നെന്താ അറിയോ, അന്നോട് ആ ഗ്രൂപ്പ് പിന്നെ അന്നെ താങ്ങണേ, ഓരോ താങ്ങണ കുറച്ച് മറ്റേമാര്, അത് ഇങ്ങളാട്ടോ, കുറച്ച് മറ്റോമാരുണ്ടല്ലോ, മൂട്ടിൽ വല്ലിട്ട് മണക്കണ ആൾക്കാർ, ഓരോട് പറയല്ലേ നിങ്ങളൊന്നും പാണ്ടിക്കാട്, ഞാൻ വെല്ലും വിളിച്ചാണ് പാണ്ടിക്കാട് ഒറോമ്പറത്തേക്ക് തന്തക്ക് പറഞ്ഞവരാണ് ഇങ്ങോട്ട് വരി. നിങ്ങളിഞ്ചാലും ഒന്നും കളയില്ല, ഒരു മുടിയും കളിഞ്ഞ കളിയില്ല, അതിനില്ല ഒരു പൊറ്റവും കക്കില്ല കേട്ടോ. ഇതിൽ കിടന്നാണ്ട് 4 പിന്നെ മറ്റേ എഴുത്ത് ചെയ്താൽ ഏത് വാപ്പാനെ കൊണ്ട് പറ്റും. പിന്നെ ഞാൻ ആരാ ഉസ്താദിനെ തന്നെയാണ് പറഞ്ഞത്. കാരണം ഇഞ്ച ഫോട്ടോ വെച്ച് ഞാൻ ഇഞ്ച പെണ്ണുങ്ങളല്ല അന്റെ പെണ്ണുങ്ങളെ ചെണ്ടിച്ച് നടക്കാൻ പറ്റൂലല്ലോ. ഞാൻ ഇഞ്ച പെണ്ണുങ്ങളെ ഇഞ്ച കുട്ടികളെ നടക്കും. അതിനെന്താണ് എനിക്ക് ഉസറും പൊളിയും മാനവസാനവും ഉണ്ടോ എന്നെ മണ്ടക്കരിയേ. ഏതായാലും ഇത്ര മതി എനിക്ക്. ഇനിച്ച് വെച്ച പറയാം കേട്ടോ, നിർത്തിക്കളാം, ഇതോടെ നിർത്തിക്കോ, അതാ എനിക്ക് നല്ലത്. എന്താണ് അങ്ങനെ എന്തോ പേരാണ്, പാണ്ടിക്കാട് കുഞ്ഞാനോ എന്നാണ് ടൈറ്റിൽ നെയിം, അങ്ങനെയാണ് അറിയപ്പെടുന്നതും. യാതൊരു പരാതിയും കേട്ടോ. പാണ്ടിക്കാട് കുഞ്ഞാനോ ഇനി പാണ്ടിക്കാട് തലകുത്തി മറിയുന്ന ആളോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ ഇന്നലെ വളരെ കാര്യഗൗരവമായി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തു. അദ്ദേഹം പാണ്ടിക്കാട് കുഞ്ഞാന എന്ന് പറയുന്ന ഒരാൾ മിനിയാന്നിട്ട ഒരു വീഡിയോയിൽ തുടക്കത്തിലെ മതപ്രഭാഷകരെയും മതം പറയുന്ന ആളുകളെയും പരിഹസിച്ചും കൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെടാത്ത ഒരു വിഷയം, സ്വാഭാവികമായി കാലാകാലങ്ങളിൽ മുസ്ലിം അല്ല ഒരു സമുദായത്തിന്റെയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ ഉപദേശവും മാർഗനിർദ്ദേശവും നൽകുന്നവരാണ് മതപണ്ഡിതന്മാർ. അത് സ്വീകരിക്കണോ അത് കൊള്ളണോ എന്നൊക്കെ എനിക്ക് തീരുമാനിക്കാം. ഞാനൊരു പക്ഷേ സ്വീകരിക്കില്ല, ഞാനൊരു പക്ഷേ കൊള്ളില്ല, അതൊക്കെ എൻ്റെ പേഴ്സണൽ സ്വകാര്യ കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഞാൻ എൻ്റെ പാട്ടിൽ പോവാം. യൂട്യൂബ് ചാനലിലും യൂട്യൂബുകളിലും ഫേസ്ബുക്കിലും നിന്ന് കൂത്താടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ ഒരു വിഷയത്തിന് ആ പറഞ്ഞ ആളുകളെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയും പരിഹസിച്ചും കൊണ്ടും അപഹസിച്ചും കൊണ്ടും പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത വീഡിയോയെ ഞാനൊന്ന് വിമർശിച്ചു. ഒന്നാമത്തെ തെറ്റ് ഞാൻ ചെയ്ത ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ് അദ്ദേഹത്തിന്റെ കജ്ജും മെജ്ജും കുജ്ജും അതും ഞാനൊന്ന് പറഞ്ഞു. അതും വലിയ തെറ്റായിട്ടാണ് ഇന്ന് പാണ്ടിക്കാട് കുഞ്ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. പാണ്ടിക്കാട് കുഞ്ഞാനോട് വളരെ വ്യക്തമായിട്ട് വളരെ കൃത്യമായിട്ട് പറയാം, പാണ്ടിക്കാട് കുഞ്ഞാനെ ഞാനും നീയും കൂടിയിട്ടാണ് ചർച്ച, അതല്ലെങ്കിൽ ഞാനും നീയും കൂടിയിട്ടാണ് സംവാദം. നിനക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതെന്നോട് പറയാം, എന്നെക്കുറിച്ച് പറയാം. നീ അതിന് പകരം ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ചാരിറ്റി മേഖലയിലെ, കേരളത്തിലെ ചാരിറ്റി മേഖലയിലെ പടത്തലവിനെയും ഉൾപ്പെടുത്തി നീ ഒരുപാട് സംസാരിച്ചു. അതിനൊക്കെ എണ്ണി കൃത്യമായി നിന്നോട് മറുപടി പറയാൻ എനിക്ക് കഴിയും. പാണ്ടിക്കാട് കുഞ്ഞാൻ കേട്ടോ, പാണ്ടിക്കാട് കുഞ്ഞാൻ ഏതെങ്കിലും ഫേക്ക് ഐഡിയിലോ പറ്റതോ ഇതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നീ കേട്ടോ. നിന്നോട് കൃത്യമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം. ഫിറോസ് കുന്നംപറമ്പിലിനെ വെച്ച് റീച്ചായ ആളാരാണ്, നീയാണോ ഞാനാണോ എന്ന്. ഫിറോസ് കുന്നംപറമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുലബന്ധം പോലും ഇല്ലാത്ത, ഈ വിഷയത്തിലൊന്നും ഇടപെടാത്ത, ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാത്ത ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ചാരിറ്റിയിലെ, കേരള ചാരിറ്റിയിലെ സോഷ്യൽ മീഡിയ ചാരിറ്റിക്ക് നേർവഴി കാണിച്ചു കൊടുത്ത ഫിറോസ് കുന്നംപറമ്പിലിനെ വെച്ച് നീ ഒരുപാട് സംസാരിച്ചു. എന്നെ ഫിറോസ് കുന്നംപറമ്പിലിന്റെ ഗ്രൂപ്പുകളിൽ നിന്നും ചവിട്ടി പുറത്താക്കി എന്ന് നീ ആരോപിച്ചു. സത്യമാണോ പാണ്ടിക്കാട് കുഞ്ഞാനെ? സത്യമാണോ? ഇതിലുണ്ട് എല്ലാ കാര്യങ്ങളും. എൻ്റെ ഫേസ്ബുക്കിലും ഇതിലുമുണ്ട്, എൻ്റെ വാട്സപ്പിലുമുണ്ട്. ഞാൻ വളരെ കൃത്യമായി ഫിറോസ് കുന്നംപറമ്പിലുമായി ബന്ധപ്പെട്ട 4 ഗ്രൂപ്പുകളിൽ നിന്നും ഒരേ സമയം ലെഫ്റ്റായി പോയ ആളാണ്.
കൃത്യമായി കാര്യങ്ങൾ അതിന്റെ അഡ്മിനന്മാരെ ബോധിപ്പിച്ച് എനിക്ക് തൊഴിലും മറ്റുള്ള മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നതിന്റെ ഒരു പരിധിയുണ്ട്, ആ പരിധി വെച്ചിട്ട് തൽക്കാലം ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിവായി പോയതാ. അതിലെ എല്ലാ അഡ്മിനന്മാരും ഫിറോസ് അലി പാറേക്കോടൻ അടക്കമുള്ള എല്ലാ ആളുകളും ഇന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാ. ഇവരോടൊന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് തിരിച്ചതിലേക്ക് ആഡ് ചെയ്യ് എന്ന് പറഞ്ഞാൽ ആ നിമിഷം അവരെന്നെ ആഡ് ചെയ്യും. നീ ഇത് കണ്ടോ? നീ ഇതാരിട്ട പോസ്റ്റാണെന്ന് കണ്ടോ? ഇത് ബാക്ക് ക്യാമറ കാണിച്ചാൽ ഇതാരിട്ട പോസ്റ്റാന്ന് കണ്ടോ കുഞ്ഞാനെ? നീ കരീമക്കയെ ആരും പുറത്താക്കിയിട്ടില്ല, ഗ്രൂപ്പുമായി ഒരു വിഷയവുമില്ല, ഇല്ല, അന്തസ്സായി ടെക്സ്റ്റ് ഇട്ട് തന്നെയാ പോയതെന്ന്. ആരാ പോസ്റ്റ് ഇട്ടിരിക്കണെന്ന് അറിയോ? ഫിറോസ് അലി പാറേക്കോടൻ. കേട്ടോ നീ കുഞ്ഞാനെ? നീ കണ്ടോ ഇത്? നീ ഇത് കണ്ടോ? തെമ്മാടിത്തരവും തെണ്ടിത്തരവും വന്ന് പറയേ, ആണത്തത്തോടു കൂടി പറയേ കുഞ്ഞാനെ, അന്തസ്സോടു കൂടി പറയേ. എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ നീ അത് പറയേ, എനിക്കെതിരെ നിനക്ക് വിമർശനമുണ്ടെങ്കിൽ നീ അത് പറയേ. കളവ് പറയലേ. നീ അത് കഴിഞ്ഞതിന് ശേഷം എന്റെ ഭാര്യയുടെ ഫോട്ടോ കാണിച്ചു, മുഖം മറച്ച്. നീ എന്തിനാ മുഖം മറച്ച് കാണിച്ചത് എന്റെ ഭാര്യയുടെ ഫോട്ടോ? എന്റെ ഭാര്യയുടെ ഫോട്ടോ അന്തസ്സായിട്ട് ഇതിലുണ്ടടാ കുഞ്ഞാനെ, ഈ ഫേസ്ബുക്കിൽ കേൾക്കുന്നുണ്ട്. ഒരു ഫോട്ടോയും ഒരു വീഡിയോയും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അത് അവളിട്ടിരിക്കുന്ന ഡ്രസ്സും അവളിട്ടിരിക്കുന്ന വസ്ത്രവും ഞാനിട്ടിരിക്കുന്ന വസ്ത്രവും എന്റെ അധ്വാനം കൊണ്ട് ഞാൻ വാങ്ങിക്കൊണ്ടതാടാ കുഞ്ഞാനെ, ഞാൻ വാങ്ങിക്കൊണ്ടതാ. ഈ പ്രവാസ ലോകത്ത് നിന്ന് പോകുമ്പോൾ 120 രൂപയുടെ അബായ 100 രൂപ ഞാൻ പറയും, 110 അവസാനം ബാർഗനിങ് ചെയ്തിട്ട് 110 രൂപയ്ക്ക് കടക്കാരൻ തരും. ആ അബായിട്ടിട്ടാ എന്റെ പെണ്ണ് എന്റെ ഒപ്പം വീഡിയോയിൽ നിൽക്കുന്നത്. നിന്നെപ്പോലെ വല്ലവന്റെയും ടെക്സ്റ്റൈൽസിന്റെ പരസ്യം ചെയ്യാൻ വേണ്ടി പോയപ്പോ ലക്ഷക്കണക്കിന് രൂപ വരുന്ന കല്യാണത്തിന്റെ ഡ്രസ്സ് ഇട്ടിട്ട് താലി കെട്ടി ആഘോഷിക്കുന്നവനല്ല കുഞ്ഞാനെ ഞാന്. അത് നീ മനസ്സിലായിക്കോ. അങ്ങനെ ആഘോഷിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രം ഇട്ട് ആർഭാടം കാണിച്ച് നടക്കുന്നവളല്ല എന്റെ ഭാര്യ. നീ എന്റെ ഭാര്യയുടെ മുഖം കാണിച്ചിരിക്കുന്നു. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ നിന്റെ ഭാര്യയുടെ മുഖം കാണിച്ചിട്ടുണ്ടോ? നിന്റെ ഭാര്യയെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് പകരം വെക്കാൻ നീ എന്റെ ഭാര്യയുടെ വീഡിയോ എടുത്ത് കാണിച്ചിരിക്കുന്നു. നാണവും ഉളുപ്പും മാനവും അഭിമാനവും ഇല്ലാത്ത ഈ കുഞ്ഞാനെ, നിന്നോടൊക്കെ എന്ത് പറയാനാണോ? ഞാൻ നിനക്ക് ഇന്നലെ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, അതിൽ 3252 കമന്റുകളുണ്ട്, 3000-ലധികമുള്ള കമന്റുകളുണ്ട്. നീ ഒന്ന് കേറി വായിച്ചു നോക്ക് കുഞ്ഞാനെ, നിന്റെ കളസം കീറിയ കമന്റുകൾ. ആ 3000-ലധികം കമന്റുകളിൽ നിന്ന് 1500 മാറ്റി വെക്കാം. 1500 മാറ്റി വെച്ചാലും 1500 ബാക്കി മലപ്പുറം ജില്ലയിലെ ആളുകളുടെ കമന്റാ. അതിൽ നിന്ന് 500 മാറ്റി വെച്ചാലും ബാക്കി 1000 കമന്റുകൾ പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ള കമന്റുകളാ. പാണ്ടിക്കാട്, ഈ മനുഷ്യന്റെ നിന്റെ നെറികേട്, നിന്റെ കാട്ടിക്കൂട്ടല്, നിന്റെ കോപ്രായങ്ങള്, നീ കാണിക്കുന്ന അപഹാസ്യമായ പരിഹാസ്യമായ കാര്യങ്ങളാണ് അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും എഴുതിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? നീ വീഡിയോ ഇട്ടുണ്ടല്ലോ, നീയും എനിക്കെതിരെ വീഡിയോ ഇട്ടുണ്ടല്ലോ. ഒരടപ്പാകാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടുകാരൻ വന്നിട്ട് എനിക്കെതിരെ ഒരു കമ എന്നൊരു അക്ഷരം ആ ഫേസ്ബുക്കിന്റെ അടിയിൽ എഴുതിയിട്ടെങ്കിൽ നീ കാണിക്കട കുഞ്ഞാനെ, നീ കാണിക്ക്. ഞാനിട്ട ഒരു കമന്റിന് നിന്റെ ഫേസ്ബുക്കിൽ നീ എന്ന പുലിയുടെ 350ഓളം വ്യൂസ് ഉള്ള 350ഓളം ഫോളോവേഴ്സ് ഉള്ള നിന്റെ പേജിൽ വന്ന് ഞാനൊരു കമന്റ് ഇട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിന്റെ ആളുകൾ കമന്റ് ഇട്ടിട്ട് എനിക്ക് 800-ലധികം. നീ കളിക്കുക. നിന്നെ ഞാനൊന്ന് പറഞ്ഞു, അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു അണ്ണുമണി പോലും വ്യത്യാസമില്ലാണ്ട് ഇന്നും അതേ നിലപാടിൽ ഇവിടെ തന്നെ നിൽക്കുന്ന കുഞ്ഞാനെ ഞാൻ. ഒരു വാക്ക് പോലും ഞാനത് മാറ്റി പറയില്ല. നീ എന്താ കരുതിയത്? നീ എന്നിട്ട് എടപ്പാളിൽ എന്നെ കണ്ട കാർക്കിച്ച് തുപ്പും. എടപ്പാളിൽ സ്വന്തം നാട്ടിൽ നിനക്കുണ്ടവന. നീ വലിയ ബ്ലോഗറല്ലേ, നീ വലിയ ഫോളോവേഴ്സ് ഉള്ള ആളുകളല്ലേ. നിന്റെ നാട്ടിലെ ജനങ്ങളാണ് 1000-ലധികം കമന്റ് ഞങ്ങൾ പാണ്ടിക്കാട്ടുകാരാണ് എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടുള്ളത്. 1500-ലധികം ആളുകൾ മലപ്പുറത്തുകാർ കമന്റ് ഇട്ടുണ്ട്. ഇവന്റെ ഭാഷ ഒരു ലോകത്തും ഒരു നാട്ടിലും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ, അത് നിന്റെ ഭാഷ മാത്രമാണ്, കജ്ജും മെജ്ജും നെജ്ജും. അതല്ലാണ്ട് അത് മലപ്പുറത്തിന്റെ ഭാഷയായി നീ അടിച്ചേൽപ്പിക്കലേ കുഞ്ഞാനെ. എന്നിട്ട് നിന്റെ വാലും പിടിച്ച് വേറെ കുറെ എണ്ണം, ഇന്ന് കുറെ എണ്ണം വേറെ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അരിപ്രാഞ്ചി അടക്കം. അരിപ്രാഞ്ചിക്ക് ഇന്ന് മലപ്പുറത്തെ സുൽത്താനും മലപ്പുറത്തെ പുലിക്കുട്ടിയും പാണ്ടിക്കാട് കുഞ്ഞാനാ. അത് പ്രാഞ്ചി നിനക്ക് മാത്രമാണ്. ഞങ്ങൾ മലപ്പുറത്തെ പുലികളും പുലിക്കുട്ടികളും വേറെയാണ്. മനസ്സിലായില്ലേ? നിനക്ക് എവിടെയെങ്കിലും എന്നെ അടിക്കാൻ കിട്ടുന്ന ഒരു അവസരമോ ഫിറോസ് കുന്നംപറമ്പിലിന് പറയാൻ കിട്ടുന്ന ഒരു അവസരമോ ഉപയോഗിക്കുന്ന പ്രാഞ്ചി നിനക്കാണ് പുലിക്കുട്ടി. ഞങ്ങൾക്ക് എലിക്കുട്ടി. അതിന് പോലും വിലയില്ല. കുഴിയാന എന്നൊക്കെ പറഞ്ഞ് പണ്ട് നമ്മൾ ചെമരിന്റെ വക്കിൽ നിന്ന് പിടിച്ചിരുന്ന എത്ര പോകുന്ന സാധനത്തിന് അതിന്റെ പോലും വിലയില്ല ഈ പാണ്ടിക്കാട്ടുകാരന്. എന്നിട്ട് നീ പുലിക്കുട്ടിയാക്കിയിട്ടിരിക്കുന്നു. പിന്നെ നീ എന്താ പോഷിട്ടത്? പിന്നെയും നീ പോഷിട്ടല്ലോ. ഇതാ ഒരു പോസ്റ്റ്.
ആരാ നോക്കോളി. അരിപ്രാഞ്ചി പാണ്ടിക്കാട് കുഞ്ഞാന്റെ കാല് പിടിച്ചു ഫിറോസ് കുന്നമ്പറയും എരപ്പാളി കരീംകായും വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്ന് ചെയ്തു എന്ന്. ഞാൻ അടുത്തൊരു പോസ്റ്റ് ഉണ്ട്, വേറെ പോസ്റ്റ് എന്താ ഇത് കേട്ടോളി. പ്രാഞ്ചി മലപ്പുറം ജില്ലയുടെ പുലിക്കുട്ടി കുഞ്ഞാൻ പാണ്ടിക്കാട് 1000 അഭിനന്ദനങ്ങൾ റൈസ് ബാങ്ക് കൂട്ടായ്മ. ആർക്ക് അഭിനന്ദനം അർപ്പിച്ചാൽ ഞമ്മക്കെന്ത് തേങ്ങയാണോടോ പ്രാഞ്ചിയെ? നീ ആർക്ക് അഭിനന്ദനം അർപ്പിച്ചാൽ എന്താ? പാണ്ടിക്കാട് കുഞ്ഞാനാണ് നിന്റെ കണ്ണിലെ മലപ്പുറത്തെ പുലിക്കുട്ടിയല്ലേ? ഒരു ലേശം നാണും മാനും ഉളുപ്പും മുസുറുണ്ട് ഉണക്ക് പ്രാഞ്ചിയെ ഇത് പുറത്തൊക്കെ പോസ്റ്റ് കൊടുത്തിടാന്. ഒരു ലേശം നാണും മാനും ഉണ്ട് കണക്ക്. പാണ്ടിക്കാട് കുഞ്ഞാനാ മലപ്പുറത്തെ പുലിക്കുട്ടി. എനിക്കെതിരെ പറഞ്ഞതുകൊണ്ടാവും നീ എന്നെ ഒരുപാട് വട്ടം കഞ്ചാവ് എന്നും കള്ളെന്നും വിളിച്ച് നിനക്ക് വയറ് നിറച്ച് കിട്ടിയതിന്റെ പരിഹാരം തീർത്തതാവും നീയല്ലേ? എനിക്കെതിരെ ആരെന്തൊക്കെ പറയുന്നു എന്ന് കണ്ണിലെണ്ണ ഒഴിച്ചിരിക്കുകയാണ് നിങ്ങളൊക്കെ. പക്ഷെ കരീമിന് മത്തായി പറഞ്ഞ പോലെ. കാരണം എന്താ പറയുമോ? കരീമിന്റെ അധ്വാനം കൊണ്ടാ ഡ്രസ്സ് വാങ്ങുന്നത്, കരീമിന്റെ അധ്വാനം കൊണ്ടാ മക്കളെ പോറ്റുന്നത്, കരീമിന്റെ അധ്വാനം കൊണ്ടാ മക്കൾക്കും ഭാര്യക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് വല്ലവന്റെയും കടയിൽ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന ഷോ കാണിച്ച് വീണ്ടും കല്യാണം കഴിക്കുകയാണ് പറഞ്ഞ് മംഗല്യം കഴിക്കുകയാണ് എന്ന് പറഞ്ഞ് താലി കെട്ടി ഫോട്ടോ ഇടലല്ല എന്റെ പണി. ഞാനൊരു വട്ടം ഒരു അപായം കൊണ്ട് കഴിഞ്ഞാൽ എന്റെ ഭാര്യ 1 വർഷം ഉപയോഗിക്കും. ആരാന്റെ ഒരു മുതൽ ഉപയോഗിക്കുന്നില്ല. അതന്നെയാണ് അഭിമാനം കുഞ്ഞാനെ, അതന്നെയാണ് അഭിമാനം. നീ ഫിറോസിനെ ഞാൻ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയല്ലേ? എന്നിട്ട് ഫിറോസിനെ കൂട്ടിക്കെട്ടല്ലേ? നിനക്കറിയോ ചരിത്രം പാണ്ടിക്കാട് കുഞ്ഞാനെ? നീ ഫിറോസിന്റെ ഒപ്പം നടന്നുണ്ടാക്കിയ റീച്ചിന്റെ 1% ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ നിന്നേക്കാളേറെ മില്യൺ കണക്കിന് ഫോളോവേഴ്സിന് കരീമിന് കിട്ടുമായിരുന്നു. എന്നാലോ എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫിറോസ് കുന്നംപറമ്പിലിന്റെ കെയർ ഓഫിൽ തന്നെയാണ്. ആ മനുഷ്യന്റെ നന്മ പ്രവർത്തനങ്ങളെ കൂട്ടിപ്പിടിച്ചത് കൊണ്ട് തന്നെയാണ് കരീമിനെ കേൾക്കാനും കരീമിക്ക എന്ന് വിളിക്കാനും ഇന്ന് ഈ ലോകത്ത് എന്റെ സുഹൃത്തുവലയത്തിൽ ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഫിറോസ് കുന്നംപറമ്പിലിനെ കൊണ്ട് കിട്ടിയത് തന്നെയാണ്. നിനക്കത് പറയാനുള്ള നെട്ടലിന് മനമുണ്ടോ? ഫിറോസ് കുന്നംപറമ്പിലിന്റെ ഏതൊരു വീഡിയോ വന്നാലും ഷെയർ ചെയ്യുകയും അതിൽ കമന്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. നീയോ കുഞ്ഞാനെ, നീ ഫിറോസിനെ കൊണ്ട് ഉണ്ടാക്കിയ പേജ്, ഫിറോസ് കുന്നംപറമ്പിലിന്റെ വീടിന്റെ ഫിറോസ് കുന്നംപറമ്പിൽ കൊടുത്ത വീടിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് പോയിട്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കിയ ആളായ നീ എത്ര ഫിറോസ് കുന്നംപറമ്പിലിന്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കുഞ്ഞാനെ? എന്നിട്ട് നീ ഫിറോസ് കുന്നംപറമ്പിലിനെ വെച്ച് എനിക്കിട്ടുണ്ടാക്കേ കരീം ഇന്നും ചെയ്തിട്ടുണ്ട്. ഫിറോസ് കുന്നംപറമ്പിലിന്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? സ്വന്തമായി കായ് ചെലവാക്കിയിട്ട് എന്റെ പേജിൽ ഞാനത് ബൂസ്റ്റും ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. അത് എന്റെ സൗകര്യമാണോ? ഞാൻ ആ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാ. അതല്ലാണ്ട് നിന്നെ പോലെ കൂടെ നടന്ന് റീച്ച് ഉണ്ടാക്കിയിട്ട് ആളായതല്ല. മനസ്സിലായില്ലേ? നീ ഫിറോസ് കുന്നംപറമ്പിലിനെ കാണാമെന്നൊരു കഥയുണ്ടല്ലോ കുഞ്ഞാനെ, നിനക്കോർമ്മയുണ്ടോ? നിനക്കോർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. തവനൂർ ഫിറോസ് കുന്നംപറമ്പിൽ മത്സരിക്കുമ്പോ അർദ്ധരാത്രി 12 മണിക്ക് കാറിൽ നീ ഒറ്റയ്ക്ക് മുഖത്ത് മുണ്ടിട്ട് വന്നിട്ടുണ്ട് ഫിറോസ് കുന്നംപറമ്പിലെ കാണാൻ. നിനക്ക് ഫിറോസ് കുന്നംപറമ്പിൽ താമസിക്കുന്ന സ്ഥലം കാണിച്ചത് ഞാനാ കുഞ്ഞാനെ, ഞാനാ. നിനക്കന്ന് പുറത്ത് കാണിക്കാൻ പേടിയായിരുന്നു. ഫിറോസ് കുന്നംപറമ്പിലുമായി ബന്ധമുണ്ട്, ഫിറോസ് കുന്നംപറമ്പിലുമായി അടുപ്പമുണ്ട് എന്ന് പുറത്ത് പറയാൻ നാണക്കെടും വഷളുമായിരുന്നു. നിന്റെ റീച്ച് പോകുമെന്ന് പേടിയായിരുന്നു നിനക്ക്. എന്നാൽ കരീമിനൊരു പേടിയുണ്ടായില്ല. കരീം കൂടെ ഉണ്ടായിരുന്നു, രാപ്പകല് കൂടെ നടന്നിട്ടുണ്ട്. അത് ഇലക്ഷൻ കാലത്തും അല്ലാത്ത കാലത്തും. ഇന്നും നീ പറഞ്ഞല്ലോ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെന്ന്. അതിനുശേഷം 2 ദിവസം മുന്നേ ഫിറോസ് കുന്നംപറമ്പിൽ ഞാൻ കണ്ടിരുന്നു കുഞ്ഞാനെ, ദുബായി പോയിട്ട് എന്നായിട്ട് കൊത്തിപ്പിടിച്ച് ഫോട്ടോയുണ്ട് കുഞ്ഞാനെ. നീ ഡയലോഗ് അടിക്ക് വല്ലാണ്ട്. ഫിറോസ് കുന്നംപറമ്പിലിന്റെ ചെലവിൽ മാത്രം നീ കഴിക്കുന്ന, നിന്റെ മക്കൾ കഴിക്കുന്ന ഓരോ അരിമണിയിലും ആ മനുഷ്യന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും ഫിറോസ് കുന്നംപറമ്പിൽ എന്ന്. കാരണം ആ മനുഷ്യന്റെ കെയർ ഓഫിൽ മാത്രം റീച്ചായാളാ നീ. ആ മനുഷ്യന്റെ ആളുകളെ കൊണ്ട് മാത്രം റീച്ചായാളാ നീ. അത് നീ മറന്നോ കുഞ്ഞാനെ? നീ അർദ്ധരാത്രിയാ കാണാൻ വന്നത് ഫിറോസ് കുന്നംപറമ്പിലിനെ. കരീം അർദ്ധരാത്രിയല്ല, പട്ടാപകല കൂടെ കൊടിയടച്ച് പിടിച്ചു നടന്നത്. ആ എന്നെ നീ വിലക്കെട്ട്. ആ എന്നോട് നീ ഫിറോസ് കുന്നംപറമ്പിലിന്റെ ബന്ധം പറഞ്ഞ് ഭീഷണിപ്പെടുത്തേ. നീ എന്താ കരുതിയത്? നിനക്ക് എന്നേക്കാൾ 10,000 ഇരട്ടി ഫോളോവേഴ്സ് ഉണ്ട്. നിനക്ക് 330ഓളം വ്യൂസ് ഉണ്ട്. കരീമിന് 15,000 വ്യൂസേ ഉള്ളൂ. എന്നിട്ട് നീ എന്നെ ഭീഷണിപ്പെടുത്തി. അതിന്റെ പേരിൽ നിന്റെ വീഡിയോ കാണാൻ ലക്ഷങ്ങൾ ആളുകൾ ഉണ്ടാവും. ഞാൻ നിന്നോട് പറഞ്ഞതെന്താ? ഇപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. നിന്റെ ഭാര്യയില്ലാത്ത, നിന്റെ ഭാര്യയെ മുഖം കാണിക്കാത്ത 10 വീഡിയോ നീ ചെയ്ത് കാണിക്കും കുഞ്ഞാനെ. 10 വീഡിയോ നീ ചെയ്ത് കാണിക്കും. എന്നിട്ട് നീ ആളാവ്. എന്നിട്ട് നീ വ്യൂസിനെ കൊണ്ടാ. എന്നിട്ട് നീ ആളെ കൊണ്ടാ. നീ നിന്റെ വ്യൂസിനെ കൊണ്ട് കാണിപ്പിച്ചിട്ട് എന്നെ പേടിപ്പിക്ക്. നിന്റെ വ്യൂസിനെ കൊണ്ട് കാണിച്ചിട്ട് ഇതിനേക്കാൾ കൊമ്പന്മാരോട് കോർത്തുണ്ട് കരീം. എന്നിട്ടാണോടോ നായ്ക്കാട്ടം പോലത്തെ നീ എന്താ കരുതിയത്? നീ എന്താ പറഞ്ഞത്? പാണ്ടിക്കാട്ടേക്ക് വാന്നോ? പാണ്ടിക്കാട്ടേക്ക് വരും കരീം. നിന്നെ പേടിച്ച് വരാണ്ടിരിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഒരു ഭയപ്പാടില്ല. നീ പറഞ്ഞെന്താ പൊട്ടക്കണ്ണാട? ഈ പൊട്ടക്കണ്ണാടയാണെങ്കിലും ഓട്ടക്കണ്ണാടയാണെങ്കിലും നീ എന്റെ കായ് കൊണ്ട് വാങ്ങിയതാടാ കുഞ്ഞാനെ.
എന്റെ അധ്വാനം കൊണ്ട്, എന്റെ വേർപ്പ് തുള്ളി കൊണ്ട് വാങ്ങിയതാ, മറ്റുള്ളവന്റെ ആഭാസത്തരം കാണിച്ച് വാങ്ങിയതല്ല. മനസ്സിലായില്ലേ? ഇത് പൊട്ടക്കണ്ണാളയായിരിക്കും, ഇതിന്റെ ചില്ല് പൊട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിന് ഗോൾഡൻ ഫ്രെയിം ഉണ്ടാവില്ല, ഇന്നോവ കാർ ഉണ്ടാവില്ല. അതില്ലാത്തത് എന്താണെന്നറിയോ? മറ്റുള്ളവന്റെ തിന്നാത്തത് കാരണം. നീ മറ്റുള്ളവന്റെ വയർപ്പിന്റെ അന്നം പറ്റി ജീവിക്കുന്നവനാ, തൊഴിലെടുക്കാണ്ട് അധ്വാനിക്കാണ്ട്. നീ എന്നെ വില പേശ്, എനിക്കെതിരെ വാളവുങ്ങേ, നീ എനിക്കെതിരെ വാളവുങ്ങേ. നിന്റെ കൂട്ടത്തിൽ ഇപ്പൊ പുതുതായിട്ട് വന്ന അതിഥികളുണ്ട്, നീ അവരോട് ചേർന്ന് നിന്നോ. അതിനെ കാണിച്ചൊന്നും നീ പേടിപ്പിക്കരുത് കുഞ്ഞാനെ. എന്നിട്ട് സപ്പോർട്ടായിട്ട് അരിപ്രാഞ്ചും ടീമോ ഉളുപ്പുണ്ട് അരിപ്രാഞ്ചി കണക്ക് ഉളുപ്പുണ്ടാ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു തരി? എനിക്കെതിരെ പൊട്ടാൻ കിട്ടിയ അവസരം എന്ന നിലക്കാണ്, അല്ലാണ്ട് പാണ്ടിക്കാട് കുഞ്ഞാനോടുള്ള മൊഹബത്ത് കൊണ്ടൊന്നുമല്ല. പാണ്ടിക്കാട് കുഞ്ഞാനോടുള്ള മൊഹബത്ത് മൂത്തിട്ടൊന്നുമല്ല പ്രാഞ്ചും ടീം ഇറങ്ങിയത്. എനിക്കെതിരെ കൊട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാനും ഫിറോസും കൂടി തെറ്റുമോ, അല്ലെങ്കിൽ കുഞ്ഞാനും ഫിറോസും കൂടി തെറ്റുമോ എന്നുള്ള അവസരം നോക്കി നടക്കുന്ന മഷീഹുൽ ദജ്ജാലുകളുടെ കൂട്ടമാണ്. ആ കൂട്ടം നിരന്തരം ഘോഷിക്കും. എന്താ ആഘോഷം? നിങ്ങൾ എത്ര ആഘോഷിച്ചാൽ എനിക്കെന്താടാ? ഇതിനേക്കാൾ വലിയ ആഘോഷങ്ങൾ നിങ്ങൾ എനിക്കെതിരെ നടത്തിയില്ലേ? ഇതിനേക്കാൾ വലിയ ആഘോഷങ്ങൾ എത്ര കാലത്തോളം നിങ്ങൾ നടത്തി? പരിശുദ്ധമായ ഹറമിന്റെ ചോട്ടിൽ പോയിട്ട് പോലും ഫിറോസ് കുന്നംപറമ്പിലിനെ വ്യക്തിഹത്യ നടത്തിയ ടീമാണാ നിങ്ങൾ, ടീമാണ്. നിങ്ങളാണോ എന്നെ പറയുന്നത്? ആ മനുഷ്യന്റെ തിന്നേ മേലെ വരെ ഒരു ചില്ലിക്കാശിന്റെ അനുകൂലം പറ്റാത്ത എന്നെ, ആ മനുഷ്യന്റെ ചില്ലിക്കാശിന്റെ അനുകൂലം ഞാൻ ഇന്നേ നേരം വരെ പറ്റിയില്ല. നിനക്ക് പറയാൻ പറ്റുമോ കുഞ്ഞാനെ? നിന്റെ ഫോളോവേഴ്സും നിന്റെ ആളുകളും 90% ഈ മനുഷ്യന്റെ ദാനമാണ് ഫിറോസ് കുന്നംപറമ്പിലിന്. എന്നിട്ട് ഞാൻ ഫിറോസ് കുന്നംപറമ്പിലിനെ ഗ്രൂപ്പിൽ നിന്ന് ചവിട്ടി പുറത്താക്കി, എവിടേക്ക് പുറത്താക്കിയാടോ? ഞാൻ എന്റെ സ്വയം ഇഷ്ടത്തിന് ലെഫ്റ്റ് അടിച്ച് പോയതാടാ കുഞ്ഞാനെ, ഞാൻ എന്റെ സ്വയം ഇഷ്ടത്തിന് ലെഫ്റ്റ് അടിച്ച് പോയതാ. ഇന്നും ഈ ലൈവ് കാണേണ്ടി ഫിറോസ് അലി പാറക്കോട് ഇന്ന് എന്നെ ചേർക്കണം പറഞ്ഞാൽ നാളെ ഇന്നലെ ചേർത്തിരിക്കും അവര്. മനസ്സിലായില്ലേ? ഞാൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? ഇനി ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിനെതിരെ ഞാൻ എവിടെയെങ്കിലും പറയുകയോ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം അതെന്റെ ഹൃദയമാണടാ, അതെന്റെ ഹൃദയമാണ്. ഫിറോസ് കുന്നംപറമ്പിലും കൂട്ടരും ഫിറോസ് കുന്നംപറമ്പിലും അതിനുമായി ബന്ധപ്പെട്ടവരും എന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ്. നീ എന്നിട്ട് അതിന്റെ പേരിൽ അങ്ങ് സ്ക്രാച്ച് ആക്കല്ലേ. നീയല്ലേ വണ്ടിയിൽ ഫിറോസ് കുന്നംപറമ്പിലിന്റെ വണ്ടിയിൽ ഇരുന്ന് ആടിയും പാടിയും റീൽസ് ഇട്ടിരുന്നത്? കരീമിട്ടില്ല. കരീം വളരെ അന്തസ്സായിട്ട് വീഡിയോ പിടിച്ചിട്ടിട്ടുള്ളൂ, അല്ലാണ്ട് അത് റീച്ചാക്കാൻ വേണ്ടി ചെയ്തില്ല. എന്നിട്ട് നീ എന്നെ പഠിപ്പിക്കും, എനിക്കെതിരെ വാളവങ്ങേ. അതിനൊന്നും ആയില്ല കുഞ്ഞാനെ. കുറച്ചുകൂടി മൂക്കട്ടെ കുഞ്ഞാനെ. എന്നിട്ട് നോക്ക്, മനസ്സിലായില്ലേ? എനിക്ക് 65 വയസ്സായി. എനിക്ക് 65 അതിന് പടച്ചവൻ തന്ന ആയുസിന്റെ ബലമാണടാ, പടച്ചവൻ തന്ന ആയുസിന്റെ ബലമാ. മനസ്സിലായില്ലേ? എന്നിട്ട് എന്റെ ഭാര്യയുടെ ഫോട്ടോയും എന്റെ ഭാര്യയുടെ ഇവിടെ മുഖം മറച്ചിട്ട് ഇവൻ വലിയ ഒരു അനുകൂലം ചെയ്തിട്ട് മുഖം മറച്ച്. എന്തിനാണ് മുഖം മറക്കുന്നത്? അതെന്റെ ഭാര്യ തന്നെയാണ്. ഞാൻ കൂടെ കൊണ്ടു നടക്കുന്ന എന്റെ ഹൃദയത്തിന്റെ ഭാഗമായ എന്റെ ഭാര്യ തന്നെ ആ വീഡിയോയിലുള്ളത്. അതല്ലാണ്ട് വെള്ളവന്റും പെണ്ണുങ്ങളെ കജ്ജി പിടിച്ചിട്ടല്ല അതെന്റെ ഭാര്യ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണത് പറയുന്നത്. എന്റെ ഭാര്യയുടെ ഫോട്ടോ ആയതുകൊണ്ട് തന്നെ വിട്ടിക്കുന്നത്. അല്ലാണ്ട് കജ്ജും വെച്ചും മലപ്പുറം ഭാഷയുടെ കാര്യങ്ങളും പറഞ്ഞ് നീ കിടന്ന് വിലസേ. നിന്റെ ഭാഷ എന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ നിനക്കറിയോ മലയാള ഭാഷയുടെ പിതാവ് മലയാളം സർവകലാശാല എവിടെയാണെന്ന് അറിയോ? നിനക്ക് അക്ഷരസ്ഫുടതയോട് കൂടി സംസാരിക്കുന്ന മലപ്പുറത്തുകാരൻ നീ കണ്ടിട്ടുണ്ടാ? നീ കേട്ടിട്ടില്ല? ഇംഗ്ലീഷ് അമ്മാനമാടുന്ന മക്കളെ നീ കണ്ടിട്ടുണ്ടാ? നിന്റെ ഭാഷ മലപ്പുറം ഭാഷ എന്ന് പറഞ്ഞിട്ട് ആ നാടിനെയും നാട്ടുകാരെയും അപമാനിക്കരുത്. നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ എന്റെ ഫേസ്ബുക്ക് പേജിലൊന്ന് പോയി നോക്ക്, അതിലെ കമന്റ് ഒന്ന് പോയി നോക്ക്. നീ 100 കണക്കിന് ആളുകളാണ് നിന്നെ മലപ്പുറത്തുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്നവൻ മഹാബോറനാണ്, ഇത് ഞങ്ങളുടെ ഭാഷയല്ല എന്ന്. നീ എന്റെ ഫേസ്ബുക്കിലെ കമന്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്, നിന്നെ ജനങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് കുഞ്ഞാനെ നീ ഇട്ട് തോണ്ടണ്ട, മനസ്സിലായില്ലേ? നീ തോണ്ടിയാൽ ഇനിയും ഞാൻ നിന്നെ തോണ്ടും, മനസ്സിലായില്ലേ? അത്തായം മുടക്കാൻ നീർക്കോലി കടിച്ചാൽ മതി, നിന്റെ അത്തായം മുടക്കാൻ ഞാൻ കടിച്ചാലും മതി. അതുകൊണ്ട് നീ വല്ലാണ്ട് കിടന്ന് വിലസണ്ട. നീ പറഞ്ഞോ, നീ പ്രവർത്തിച്ചോ, നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ, എനിക്കൊന്നും ഒരു പരാതിയില്ല. പക്ഷെ ഒരു നാടിനെ, മലപ്പുറം എന്ന മഹത്തായ പാരമ്പര്യമുള്ള ആ നാടിന്റെ ഭാഷ എന്ന് നീ ഏറ്റെടുത്ത് നടത്തുന്നത് അങ്ങേയറ്റം തമ്മാടിത്തരമാണ് എന്നല്ല പറഞ്ഞത്. നീ ധൈര്യത്തിൽ പറഞ്ഞോ ഇതെന്റെ ഭാഷയാണ്, കജ്ജും മെജ്ജും പുച്ചൊക്കെ നീ പറഞ്ഞോടാ, അത് നിന്റെ ഭാഷയാണെന്ന് പറഞ്ഞോ. അതൊരു നാടിന്റെ ഭാഷയാക്കി നീ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചിത്രീകരിക്കണ്ട എന്ന് തന്നെയാണ് നിന്നോട് പറഞ്ഞത്. അതിലൊന്നും ഒരു മാറ്റവുമില്ല കുഞ്ഞാനെ, ഒരു മാറ്റവുമില്ല. മനസ്സിലായില്ലേ? മലപ്പുറത്ത് ഇത്തരത്തിലുള്ള ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ വളരെ വ്യക്തമായി നിന്നോട് പറഞ്ഞു ഞാൻ ഇന്നലെ വളരെ വ്യക്തമായി സംസാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അത് അവരുടെ സംസാര സ്ഥലങ്ങളിൽ മാത്രം.
വീട്ടിൽ സംസാരിക്കുന്നതല്ല പൊതുസമൂഹത്തിന്റെ മുന്നിൽ സംസാരിക്കുക. പൊതുസമൂഹത്തിന്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ മാന്യത വേണം, ക്രെഡിബിലിറ്റി വേണം, ഉത്തരവാദിത്വം വേണം. വീട്ടിൽ സംസാരിക്കുന്ന മാതിരി പൊതുസമൂഹത്തോട് പറയാൻ പറ്റില്ല. അതാണ് നിന്നോട് ഞാൻ ഇന്നലെയും പറഞ്ഞത്. നിന്റെ ഭാഷ നീ പ്രയോഗിച്ചോ, നിന്റെ ഭാഷയാണ് എന്ന് പറഞ്ഞു പ്രയോഗിച്ചോ. ഇത് ഞങ്ങൾ മലപ്പുറത്തിന്റെ ഭാഷയുടെ കച്ചും വെച്ചും കുച്ചും എന്ന് പറഞ്ഞ് ചാടലേ. നീ മാത്രമല്ല മലപ്പുറത്തിന്റെ പിതാവ്. പ്രാഞ്ചിക്ക് മാത്രമാണ് നീ മലപ്പുറത്തെ പുലിക്കുട്ടി. നീ അല്ല മലപ്പുറത്തിന്റെ പിതാവ്, നീ അല്ല മലപ്പുറത്തിന്റെ ഇതും മലപ്പുറത്തെ ഉൽപ്പാദിപ്പിച്ചത് നീയല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് മലപ്പുറത്തിന്റെ ആ മഹിമ പറഞ്ഞ് നീ തുള്ളരെ. മലപ്പുറത്തിന്റെ മഹിമ നീ പറഞ്ഞോ, അതിനൊന്നും എതിരില്ല. ആ ഭാഷയുടെ, നീ പറയുന്ന ഭാഷയുടെ മഹിമ മലപ്പുറത്തിന്റെ മേൽ വെച്ച് അടിക്കണ്ട. അത് തന്നെയാണ് പറഞ്ഞത്. ഇനിയും നീ ഇമാതിരി മലപ്പുറത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞു വന്നാൽ ഇനിയും വരും. ഇന്ന് ഞാനേ വന്നിട്ടുള്ളൂ. നിനക്കെതിരെ 100 ആളുകൾ വരാൻ കിടക്കുന്നുണ്ട്, 100 ആളുകൾ വരാൻ കിടക്കുന്നുണ്ട് നിനക്കെതിരെ. അത് നീ മനസ്സിലാക്കോ. അതിന് നീ ഒറ്റ കാര്യം വായിച്ചാൽ മതി. 3200ഓളം കമന്റ് ഉള്ള എന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ പോയിട്ട് നീ ആ കമന്റ് ഒന്ന് വായിച്ചാൽ മതി. അതിന് വളരെ തുച്ഛ ആളുകളെ ഉള്ളൂ. ആ 3000 കമന്റ് ഇട്ടുള്ള 100 ആളുകൾ പോലും എന്റെ സ്ഥിരം ഫോളോവേഴ്സ് ഇല്ല. അവർ ആ വീഡിയോ കണ്ട് വന്നിട്ട് നിന്നോടുള്ള പ്രതിഷേധം അറിയിച്ചതാ. അത് നീ മനസ്സിലായിക്കോ. ഓക്കെ, വേറെന്താ വിശേഷങ്ങള്? സുഖല്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും. പ്രത്യേകിച്ചൊന്നും തരാം. എത്ര മിനിറ്റായി? അത്ര 22 മിനിറ്റ് അല്ലേ? ശരി. ഫിറോസ് കട്ടതിന്റെ എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത്? മറുപടി പറഞ്ഞേ. ഓക്കെ, രായിക്ക എന്ത് വിശേഷങ്ങൾ? സുഖല്ലേ? ശരിട്ടാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ അതുകൊണ്ട് കുഞ്ഞാനെ അണക്കൊത്തോട് വിളിച്ച് കളിച്ചോ, മനസ്സിലായില്ലേ? വല്ലവന്റെ ടൗസർ പിടിച്ചയക്കേ അങ്ങനെ കുതി ചെയ്തോ, അതിലൊന്നും നമുക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ നിന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് കരുതിയിട്ട് വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ വന്ന നിന്നെ ഞാൻ ഭിത്തിയിലെടുത്ത് ഇഞ്ഞൊട്ടിക്കും. വേറെ കഥകളുണ്ട് കുഞ്ഞാനെ, വേറെ പറയാണ്ട്. ഇജ്ജ് കിടന്ന് ആളകണ്ട കേട്ടാ. ഇജ്ജ് പറഞ്ഞ പാണ്ടിക്കാട്ടിക്ക് വരാൻ ധൈര്യം ഉണ്ടോന്നോ? പാണ്ടിക്കാട്ടിക്കല്ല എൻ്റെ വീട്ടിലേക്ക് വരും ശരിയും ഒറ്റക്ക്, മനസ്സിലായില്ലേ? എൻ്റെ ആ മീശയും പിരിയും ആ ഉസുറും പുളിയൊക്കെ ഉണ്ടല്ലോ, അതാ ആൺകുട്ടികളായിട്ട് നേരിട്ട് കാണാത്ത കാരനാണ്. ആൺകുട്ടികളായിട്ട് നേരിട്ട് കണ്ട മുട്ടുംകാലാണ് വർക്കണക്ക്. പിന്നെ എന്താ പറഞ്ഞു? വേറെ എന്താ പറഞ്ഞു? സെൽഫിയുടെ കാര്യമല്ലേ അന്നായിട്ട് ഞാൻ സെൽഫി അടിപൊളി. വേറെന്താ വിശേഷങ്ങൾ? സുഖല്ലേ? അന്നായിട്ട് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ വീട് ഉദ്ഘാടനത്തിന് ഞാൻ കണ്ടിരുന്നു. ഞാൻ അവിടെ മാറിക്കായിരുന്നു. ഷാർജയിൽ ഒരു കഫ്തേരിയുടെ ഉദ്ഘാടനത്തിന് ഫിറോസ് കുന്നംപറമ്പിലും ഇവരൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ മാറി നിന്നപ്പോൾ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് തിരിച്ചാണ്. കഥകൾ എന്നെ കൊണ്ട് പറയിപ്പിക്കട്ടെ കുഞ്ഞാനെ, മനസ്സിലായില്ലേ? ഞാൻ അന്നും ഇന്നും അന്നായിട്ട് പരമാവധി വിട്ടുന്ന ഒരാളാണ്. പിന്നെ പല സാഹചര്യങ്ങളും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ആരോഗ്യമില്ലാണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അത് എൻ്റെ മാന്യത കൊണ്ടാണ് നമ്മൾ തമ്മിൽ പരസ്പരം സംസാരിച്ചുള്ളത്. അല്ലാണ്ട് എന്നോടുള്ള സ്നേഹം കൃപയൊന്നും പണ്ടില്ല, ഇന്നുമില്ല, ഒരു നാളോട്ട് ഉണ്ടാകാനും പോണില്ല. കാരണം എന്താണെന്നോ, എൻ്റെ നിലപാട് വളരെ അത്തരത്തിലുള്ളതായതുകൊണ്ട് തന്നെ, മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയണ്ട, സെൽഫിയുടെ കഥ ഒന്നും പറയേണ്ട കുഞ്ഞാണ് കേട്ടാ. ഓക്കെ, അസ്സലാമു അലൈക്കും.